എൻ്റെ അമ്മ ഇന്ന് തീയൽ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഇത്തരം സാധനങ്ങൾ വേണം, പിന്നെ ഒരു തേങ്ങയും വേണം. ഈ ചുറ്റുമ്പോൾ എണ്ണ ഒഴിക്കണം. എണ്ണ ചുറ്റുമ്പോൾ കലകിടണം. അധികം പൊട്ടിക്കഴിഞ്ഞ് കൂട്ടത്തിൽ ഒരു മുളകും പിന്നെ കരിയാപ്പലും കൂട്ടണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു അരിയും ഇടുന്നുണ്ട്. തേങ്ങ വറുത്തെടുക്കാം. വരച്ച് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വേവിച്ച് അടച്ച് വെക്കണം. ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് അടച്ച് വെക്കണം. വേവിട്ട് 2 ചെറിയുള്ളിയും കുറച്ച് കരിയാപ്പിലയും ഇട്ടിട്ടുണ്ട്. ഉലുവ ചേർത്തു, കുറച്ച് ജീരകം ചേർത്തു. തേങ്ങ ബ്രൗൺ കളർ ആവുമ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി 3/4 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് തീ ഓഫാക്കണം. ഇതൊക്കെ വെന്തോന്ന് നോക്കണമേ. തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ കായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ തേങ്ങ അരച്ചത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുവാണ്. ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ട് അടച്ചു വെക്കണം. കൂടി ചേർത്തിട്ട് ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അടയ്ക്കണം. എനിക്ക് ഉപ്പെല്ലാം ടെസ്റ്റ് ചെയ്യണം. കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഉപ്പിടുവാണ്. നമ്മൾ അരിയും തേച്ച് മറിയുന്നുണ്ട്. കരിയാപ്പല ചേർക്കാം. തിളക്കട്ടെ. എണ്ണൊന്നും ചേർക്കുന്നില്ല. ഇത് ഞങ്ങളുടെ രീതിയിലാണ്. കറി ഇപ്പം നല്ല സെറ്റായി റെഡി ആയിട്ടുണ്ട്. ചുരണ്ടക്കൂടി ഇത് നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.